ഹലോ, ഞങ്ങളുടെ പ്ലാവിലെ കന്നിച്ചക്കയാണ് എന്റെ മോൻ അടത്തുന്നത്. നമ്മള് നോട്ടിട്ട് വെച്ചിട്ടല്ലമ്മ. അതെ, അങ്ങോട്ട് ഇട്ടി പിടിക്കിച്ചേ നിങ്ങൾ കാണിക്കുന്നത്. കസാര വീണെല്ലാം കൂടെ പഴുത്തതും പഴുക്കാത്തതും എല്ലാം അടത്തിയില്ലേ. ഇനി എന്റെ മോനോട് ചക്ക എടുത്താൻ പറയരുത്, ആരും അറിവുള്ള ആരും പറയരുത്. അതിനുള്ളൊരു പണി അവൻ തന്നത് കേട്ടോ. നോക്കി 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 ഇല്ല ഇല്ല വീഴത്തില്ല. വീണു. അടിപൊളിയായിരുന്നു. അത് വിളഞ്ഞ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് അടത്തമ്മ. എന്റെ മൂത്ത മകൻ സെബാസ്റ്റ്യൻ നട്ടുപിടിപ്പിച്ച പ്ലാവിൽ നിന്ന് ഞങ്ങൾ രണ്ടാമത്തെ ട്രിപ്പ് ചക്ക അടത്തിയിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ ഒരു ചക്ക അടത്തി. അത് നല്ല അടിപൊളി സൂപ്പർ പഴുത്ത ചക്കയാണ്, വരിക്ക ചക്കയാണ്. ഇത് എന്റെ മോൻ കുരുവിട്ട് കിളിപ്പിച്ചതാണ്. അവനിപ്പോ ആദ്യമായിട്ട് അടത്തിയ ചക്കയാണ് ആ പ്ലാവിലത്. ഇത് കണ്ടോ എന്റെ മോന്റെ സന്തോഷം കണ്ടാ? ഇനി പറയാ ഇതിനകത്ത് എത്ര ചക്ക വളഞ്ഞത്? വിളഞ്ഞതാ. ഇത് പക്ഷെ പഴുത്ത് നല്ലോണം പഴുത്തിട്ടുണ്ട്. ഇത് രണ്ടും വിളഞ്ഞു. പക്ഷെ അത് നിലത്ത് വീണ് പൊട്ടിയതാണോ അതോ അവിടെ നിന്ന് പൊട്ടിയതാണോ അറിയില്ല. മരത്തിൽ നിന്ന് പൊട്ടിയതാ, പ്ലാവിൽ നിന്ന് പൊട്ടിയതാ. എന്തായാലും വിളഞ്ഞിട്ടുണ്ടല്ല. രാവിലെ ഒരു ചക്ക ഞങ്ങൾ അടത്തിയല്ല, തനിയെ വീണ ഒരു കുഞ്ഞൻ ചക്ക. അത് ഞങ്ങള് കണ്ടിച്ചപ്പോൾ നല്ല സൂപ്പർ ചൊള. ചൊള കാണിക്കടാ, മുട്ടൻ ചൊളയാടാ. ചൊള കാണിക്കടാ, എടുത്തോണ്ട് വരൂ. ആണോ? അടുത്തുണ്ടോ? ഇതാണ് ഞങ്ങള് രാവിലത്തെ പ്ലാവ്. നല്ല കളറുണ്ടല്ലേ, നല്ല മണം. എന്നാ മണം എന്നൊക്കെ. ചൊള എടുക്കടാ, നല്ല മണം, വാസന. മുളങ്ങിയും പറ്റും. നിങ്ങളോട് എന്തോന്ന് പറയുന്നേ? എന്നുവെച്ചാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞു നിൽക്കത്തില്ല. എന്നാ അടുക്കൊക്കെ നമ്മൾ ചെത്തും നമ്മുടെ കയ്യിലൊക്കെ പറ്റില്ലേ? ഇവിടെ എന്താ പറയുന്നത്? മുളങ്ങി. ഇത് ചക്കക്കറ. ചക്കക്കറ ഇല്ല, കണ്ടില്ലേ? ചക്കക്കറ അങ്ങനെ ഇല്ല കട്ട് ചെയ്തിട്ട്. കറ കുറവാ. പക്ഷെ എനിക്ക് എന്റെ മണം ഇഷ്ടപ്പെട്ടു. എന്നാണല്ലോ ചക്കയുടെ മണം അടിച്ചിട്ടാന്ന് തോന്നുന്നത്. കണ്ടോ, ഇതാണ് ഞങ്ങളെ. അതെന്താ? ഇനി കൊണ്ടുപോവാ. ഞാനൊന്ന് തിന്ന് ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി ചക്കച്ചോള. വീഡിയോ കാണിക്കാനാന്ന് വിചാരിച്ചപ്പോഴത്തെ അവളങ്ങ് കഴിച്ച ചക്കയുടെ പിടി പിടി പിടി. ചക്കച്ചോള ചക്കച്ചോള. രാവിലെ ചക്കച്ചോള ഇന്ന്. രാവിലെ ചക്കച്ചോള ഇന്നിട്ട്. നിനക്കും വേണ ചക്കച്ചോള? എങ്ങനെയുണ്ട് ഡോറ ചക്ക കഴിച്ചിട്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. അതെടുത്ത് കളാ. മധുരം കുറവാ. മധുരം കുറവാണോ? മധുരം കുറവാ. ചക്കയും ചക്കയുടെ എല്ലാ ഐറ്റംസും. ചക്കയും ചക്കയുടെ എരിശ്ശേരി, പുഴുക്ക്. നമുക്ക് ചക്കപ്പായസം വെച്ചാലോ? വെക്കാലോ. ഒരു തവണ വെച്ചായിരുന്നു. ചക്കപ്പായസോ? ചക്കരയുണ്ട്. അവിടുത്തെ വീട്ടിൽ താമസം ഇവിടെ അഷ്റഫ്ക്കാരെ വെച്ച് ചക്കപ്പായസം വെക്കാം നമുക്ക്. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ഞാൻ കഴിച്ചില്ല. വെള്ളം കേറി പോയി. ചക്കയുടെ മണം അടിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഒരാള് രാവിലെ എഴുന്നേറ്റുണ്ടായാലും. സാറിന് ഈ സമയത്തൊക്കെ ഉറങ്ങുന്ന ആളാ. അമ്മ എന്തിനു അപ്പ എന്തിനു വിളിച്ചു എഴുന്നേറ്റത്? അപ്പ വിളിച്ചു എഴുന്നേറ്റിച്ച് അമ്മ മോനെ. ഞാൻ മോനെയാ പറഞ്ഞു. അപ്പ ആരാ പറഞ്ഞേ? ആഹാ. രാവിലെ ഞങ്ങളുടെ രാവിലത്തെ ഫുഡ് കണ്ട ചക്കച്ചള. ചക്കച്ചളയാണ് ഞങ്ങളുടെ ഫുഡ് ഇന്നത്തെ. ഇത് രണ്ടെണ്ണം കഞ്ഞിച്ചക്കയാണ്. ആദ്യമായിട്ട് പ്ലാവ് പിടിച്ച ചക്ക. ഇത് രണ്ടാമത് പിടിച്ച ചക്കയാണ്.
മറ്റൊരു കാഴ്ച കാണിക്കാം. ഞങ്ങളെ ചൊവ്വാഴ കൊലശിക്കുന്നുണ്ടാ, വലിയ കൊല, കൂടിപ്പോയി ഒരു 10 കിലോയെങ്കിലും വരൂലേ, അത്രയ്ക്കും വലിയ കൊലയാ. നോക്കിയേ, ആ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ചൊവ്വാഴ കൊല? നോക്കിയേ, നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ തെറ്റിയുണ്ടോ? കണ്ട, ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത തെറ്റിയാ, ഇമ്പോർട്ട് ചെയ്ത് ഉണ്ടാ. ചിത്രശലഭം തേൻ കുടിക്കുന്നു. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇല്ലേ 4 മണിക്കൊക്കെ സ്കൂൾ വിട്ടൊക്കെ വരത്തില്ലേ, അന്നേരം ഈ ചക്കച്ചോള വരിക്കച്ചക്ക ഇങ്ങനെ കീറിയിട്ട് അതിനകത്ത് തേങ്ങയും ശർക്കരയും ഞങ്ങളങ്ങനെ അവലൊക്കെ നനയ്ക്കത്തില്ലേ, അതുപോലെ വെച്ചിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് കഴിക്കും. ഇവിടെ അങ്ങനെ കഴിക്കാറുണ്ടോ? എനിക്ക് പക്ഷെ കൂഴച്ചക്ക കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. അയ്യേ, ഒട്ടും ഇഷ്ടമല്ല എനിക്ക്, ഭയങ്കര ഇഷ്ടം. അത് ഒരു തവണ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ടായിരുന്നേ. പൊതിയായിട്ട് കഴിച്ച് അച്ഛനെടുത്ത് തൊണ്ട പോയി കുരുങ്ങി, അവസാനം ഓക്കാനിച്ച് ഞാനും കൊച്ചും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം കൂഴച്ചക്ക കഴിക്കാൻ. നല്ല ഐസ്ക്രീം ഇങ്ങനെ ഉറിഞ്ചൊന്നും ഇരിക്കാം, എന്നിട്ട് തൊണ്ട പോയിട്ട് ഇരിക്കാം. എങ്ങും ഇരിക്കത്തില്ല, കഴിക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് അങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഞാൻ വിഴുങ്ങിവിടുകയെന്ന്. അതാ, കഴിക്കാൻ ആദ്യം പഠിക്കണം. നമ്മള് ചായയുടെ കൂടെ കഴിക്കാൻ ഡോറയ്ക്ക് ചക്ക കൊടുക്കുവാണ്. ഇത് കളഞ്ഞിട്ട് കഴിക്കുക. അതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ അത് കളയാൻ വേണ്ടിട്ട് അവിടെ കടിച്ച് ഉടായ്പിന്റെ ആശാറ്റിയാ. അമ്മയെ മോനെ കൂടി രാവിലെ ഒത്തു കളിക്കുവായിരുന്നല്ലേ. നല്ല ടേസ്റ്റുണ്ട്. കൊറേ നാള് സെബാസ്റ്റ്യൻ എന്ന് പറയാ, ബിനോയ് എന്ന് പറയാം. സെബാസ്റ്റ്യൻ അങ്ങനെ ആർക്കും അറിയത്തില്ല. അതെങ്ങനെയാ അവൻ ഏത് പേരില അറിയപ്പെടുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. സൂര്യദേവ് ഗുപ്ത. എന്നാ ടേസ്റ്റാ. കൊറേ നാളുകൂടിയാണ് ഞാൻ ചക്ക കഴിക്കുന്ന. കൊറേ നാളോ, കഴിഞ്ഞ വർഷം കഴിച്ചതാ, പിന്നെ ഇപ്പഴാ കഴിക്കുന്ന. സത്യം ഇഷ്ടം പോലെ ചക്ക കൊണ്ടുവന്നു. കഴിഞ്ഞ വർഷമേ അവിടെ ചെന്നപ്പോ ഇഷ്ടം പോലെ ചക്ക ഉണ്ടോ എല്ലാം.